ഞാൻ ബീഫ് കട്ട്ലേറ്റ് മേടിച്ചാലോന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഓർഡർ ചെയ്യട്ടെ? എനിക്ക് വേണ്ട, ഞാനിപ്പോൾ ബീഫ് കഴിക്കാറില്ല. ബീഫ് കഴിക്കുന്ന നേരത്തെ എനിക്കിങ്ങനെ തടിച്ചൊക്കെ പൊങ്ങും, വയറിന് ഭയങ്കര വേദന, ചൊറിച്ചിലൊക്കെ, എന്തൊരു അസ്വസ്ഥതയാണ്. അതെന്താ നിനക്കിപ്പോൾ ഇങ്ങനെ? നേരത്തെ നീ കഴിച്ചായിരുന്നല്ലോ കുറച്ച് നാൾ മുമ്പ്. നേരത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിനക്കുള്ള അസുഖത്തിന്റെ പേരാണ് ആൽഫ-ഗോൾ സിൻഡ്രോം. എന്താന്ന് പറഞ്ഞേ? പേര് കേട്ട് നീ പേടിക്കണ്ട. ഇതൊരു ഷുഗർ മോളിക്യൂൾ ആണ്. ഇത് നമുക്ക് ഈ പാലൂട്ടി വളർത്തുന്ന മൃഗങ്ങളിൽ എല്ലാത്തിലും കാണപ്പെടുന്ന ഒരു ഷുഗർ മോളിക്യൂൾ ആണ്. പക്ഷെ മനുഷ്യരിൽ ഇത് കാണപ്പെടുന്നില്ല. അപ്പൊ ഇതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ വരുന്നേ? അതൊരു പ്രാണി കാരണമാണ്. അതായത് ലോൺ സ്റ്റാർ ടിക്ക് എന്ന് പറഞ്ഞൊരു പ്രാണിയുണ്ട്. ചെറിയ വളരെ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രാണി. പുല്ലിലും ഈ മരത്തിൻ്റെ തടികളിലും എല്ലാത്തിലും കാണപ്പെടുന്ന ഒരു വളരെ ചെറിയൊരു പ്രാണിയാണ് ലോൺ സ്റ്റാർ ടിക്ക്. അതിൻ്റെ ഉമിനീരിൽ ഈ ഷുഗർ മോളിക്യൂൾ ഉണ്ട്. ഈ പ്രാണി നമ്മളെ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഷുഗർ മോളിക്യൂൾ നമ്മുടെ ബോഡിയിലോട്ട് വരും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിലോട്ട് ഒരു ഫോറിൻ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്ത് വന്നാലും ബോഡി എതിരെയായി പ്രവർത്തിക്കും. അപ്പോൾ ഈ ഷുഗർ മോളിക്യൂൾ നമ്മളിലോട്ട് വരുമ്പോൾ ബോഡി അതിനെ പ്രവർത്തിച്ച് ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ആ പേഴ്സൺക്ക് എപ്പോഴെങ്കിലും ഈ ബീഫോ പോർക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ ഈ ഷുഗർ മോളിക്യൂൾ അതിലുണ്ടല്ലോ. അപ്പോൾ നമ്മളത് കഴിക്കുന്ന ടൈമിൽ ഓൾറെഡി ആൻറ്റിബോഡി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബോഡി അതിനെതിരായിട്ട് നല്ല രീതിയിൽ റിയാക്ഷൻ കാണിക്കും. വീണ്ടും ആ റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അലർജി, ലൈക്ക് നമുക്ക് നല്ല രീതിയിൽ തടിച്ചു പൊന്തും, റെഡ് റാഷസ് ആയിട്ട് വരും. ചിലർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും, വയറിന് ഭയങ്കര ബുദ്ധിമുട്ട്, ഗ്യാസിൻ്റെ പ്രശ്നം വരും, അല്ലെങ്കിൽ ഭയങ്കര അപ്സെറ്റ് ഉണ്ടാവും, ചിലർക്ക് വയറിളക്കം വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ റിയാക്ഷൻ്റെ ഫലമായി ഉണ്ടാവും. ഒരു പ്രാണി എന്നെ കടിച്ചതായിട്ട് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു പ്രാണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അറിയില്ല, നമ്മളെ ബൈറ്റ് ചെയ്താലും നമുക്ക് കടിച്ചാലും നമുക്ക് അറിയത്തില്ല. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ലൈഫ് ലോങ് ബീഫ് ഒഴിവാക്കേണ്ടി വരുമോ? അങ്ങനെ ലൈഫ് ലോങ് ഒഴിവാക്കേണ്ടി വരില്ല. ഇതൊരു 3-4 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രമേണ ഇത് മാറിപ്പോവും. എല്ലാവരും പറയാറില്ലേ, പണ്ട് എനിക്ക് ബീഫോ പോർക്കോ ഒന്നും കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നുള്ളത് ഇതാണ് അതിൻ്റെ റീസൺ. അപ്പം നീ വിഷമിക്കേണ്ട, ഒരു 3-4 വർഷം കഴിഞ്ഞ് ഞാൻ ബീഫ് കട്ട്ലേറ്റ് മേടിച്ചു തരാം.